ഭയങ്കര മഞ്ഞായിരുന്നു ഇവിടെ. ചാറ്റമഴയായിരുന്നു ഇന്നലെ, അതുകൊണ്ടാണ്. പച്ചപ്പക്കേനെ തിരിച്ചു വരും. നാരായണിക്ക് രാവിലെ പണി കൊടുത്തു. എന്നിട്ട് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് സാറിനിന്ന് പോകണ്ട. അപ്പം ദേവളം കിടക്കുന്നു, പനിയാണ്. രാത്രി എത്തും മനുഷ്യനെ ഉറക്കിയിട്ടില്ല. വെള്ളം വേണം, വെള്ളം വേണം, വെള്ളം വേണം. ദേവളം കിടക്കുന്നു. എണീക്കുന്നില്ല ചേട്ടായിയേ. എന്തോ ഏതാ എന്നാപ്പാ? ആ ശരിയാ, അത് കൊച്ചു പറ ശരിയാ. അത് കൂടെ തുറന്നേക്കാം. മോർണിംഗ്. കാപ്പി ഇല്ലടാ, കാപ്പിപ്പൊടി തീർന്നു പോയി. ഇനിയിപ്പോൾ കാപ്പി ഉണ്ടെന്ന് ഈ കുത്തി ഇനി വറുത്ത് പൊടിക്കണം. അതിന് ശാമ്പളം വരണം. നമുക്കത്ര വലിയ വൃത്തമില്ലത്. സമയം എത്രയായി നോക്കട്ടെ. അയ്യോ 8:30. ഇഷ്ടം പോലെ കാശുള്ള കുറച്ച് ആൾക്കാരുടെ അവസ്ഥ ഇതേ. ഇവർ ഇതെല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടി ആരെങ്കിലും പൈസ കൊടുത്ത് ഏൽപ്പിക്കും. എന്നിട്ടൊരു ആളെയും വെക്കും ഇതെല്ലാം നോക്കി നടത്താൻ വേണ്ടി. അയാൾക്കാണ് ശരിക്ക് പൈസ കൊടുക്കുന്ന ആളെ വെക്കത്തുമില്ല. ഇച്ചിരി അത്യാവശ്യം ഉടായ്പൊക്കെ കാണിച്ച് ഇച്ചിരി കുറച്ച് പൈസയൊക്കെ ഉള്ള ഒരാളെ നിർത്തും. അവിടെ സംഭവിച്ചേക്കുന്നത് എന്നാണെന്നറിയോ? ആ കുളത്തിനകത്തോട്ട് മഴ പെയ്യുമ്പം വെള്ളം വീഴാൻ വേണ്ടി പടുത കെട്ടിയേക്കുക. പക്ഷേ പടുത കെട്ടിയേക്കുന്ന എവിടെയാണെന്നറിയോ? കുളത്തിന് മുകളിൽ. ആ പടുത കെട്ടിയിട്ടില്ലെങ്കിലും ആ വെള്ളം കുളത്തിൽ തന്നെയാണ് വീഴുന്നത്. അതിൻ്റെ ഇപ്പുറത്ത് വീഴുന്ന വെള്ളം വേണം അങ്ങോട്ട് കുളത്തിലോട്ട് വീഴ്ത്താൻ. എന്നാ മനുഷ്യരൊക്കെയാണ്. ഒരു പേഴ്സൺ അതിനല്ലേ. ആ ഞാനെത്ര പേഴ്സൺ ഓട്ടം ഉണ്ട് നോക്കട്ടെ. എൻ്റെ കാശ് പോകല്ലേ. ഒരു പോയി ചന്ദ്രൻ കിട്ടില്ല. ഒന്ന് പോകാവോ? ഞാൻ പോകത്തില്ല. ഈ ദൂരമൊക്കെ പോകുമ്പോഴുള്ളൂ വലിയ ചന്ദനം തൊട്ട്. അടുത്തൊക്കെ പോകുമ്പോൾ ചന്ദനം ചന്ദനം തൊട്ട് പോയിക്കൊണ്ടിരുന്ന പെണ്ണാണ് ഞാൻ. കോളേജിലും സ്കൂളിലും ഒക്കെ ചന്ദനമില്ലാതെ പോകത്തില്ലായിരുന്നു. ഇപ്പോഴേ ഹൈലേശ്വരം ഒന്നുണ്ടായിരുന്നു. അങ്ങനെ ചന്ദനമൊക്കെ തൊട്ട് പോയത് കൊണ്ടാണ് നിന്റെ അപ്പ എനിക്ക് കിട്ടിയത്. ചുമച്ചതാ. നല്ല സൗന്ദര്യമുള്ള ചെറുക്കനെ കിട്ടിയ എന്തിനു മാത്രമേ ഉള്ളൂ. ഇന്ന് വരത്തില്ലേ? ആ പനി പോയോ? മുരിങ്ങിക്ക ഇവിടുത്തെ മിനിച്ചേച്ചി തന്നാ. ഇവിടുത്തെ മുറിച്ച് അശ്വപ്പണ്ണൻ്റെ ഒക്കെ അവിടെ നിന്ന് മുറിച്ച് അവര് തന്നു. ഇത് മിനിച്ചേച്ചി തന്നാ. കുമ്പളം ഉണ്ടാക്കും കുറച്ച്. കുമ്പളം ഉണ്ടാക്കാനോ? കുമ്പളം ഉണ്ടാക്കുമോ? ഞാൻ മേടിച്ചോണ്ട് നിങ്ങൾക്ക് എനിക്കറിയത്തില്ല. പിന്നെ ഇതിനകത്ത് 2 ഉള്ളിവട എനിക്കാണ്. ഉഴുന്നാട് എനിക്ക് വേണ്ട. ഓഫ് ചെയ്യ്.
കുറേ നേരം രാവിലെ ഉച്ചയ്ക്ക് എല്ലാം കിടന്നുറങ്ങി. പിന്നെ കുറേ ഇരുന്ന് എഡിറ്റ് ചെയ്തു. അങ്ങനെ ഒരു ദിവസം അങ്ങ് പോയി. ചെറിയ ചാറ്റലുണ്ട്, മഴ പെയ്യത്തില്ലായിരിക്കും. കുളമെല്ലാം വൃത്തിയാക്കി രാവിലെ. അതിന് ഞാൻ പഴുത ഇട്ടാൽ മതി, പക്ഷെ പ്ലാസ്റ്റിക് ഇട്ടാൽ മതി, പക്ഷേ ആ മഴ ഉള്ളപ്പോൾ ഇടണം. മഴ ചെറുതായിട്ടൊന്ന് തൂളിയിട്ട് പോയി. ഭയങ്കര ചൂടാണ്. ഇവിടെ ഉണ്ടോ, പകലൊക്കെ സമയം ഉണ്ടായിട്ടാണ് രാത്രി ടോർച്ച് അടിച്ച് വെച്ച് ചെയ്യുന്നത്. ഓ അങ്ങോട്ട് എടുത്തു. എന്തോ എടുക്കുന്ന അതിനകത്തൊന്നും എടുത്തിട്ടില്ല നീ. അവിടെ ഞാൻ ചെയ്തു തരാം. അത് ചേട്ടാക്കി കണ്ണ് കാണത്തില്ല. അത് ഞാൻ ചെയ്തോളാം. ബാക്കിയൊക്കെ അങ്ങ് ചെയ്താൽ മതി. കണ്ണായെന്നും പാസ്സാക്കാന്നൊക്കെ ചോദിക്കാൻ ഞാൻ പറഞ്ഞ ഇത് കുറേ ആയി പറയുന്നു. ഞാൻ തോട്ടില്ല. എല്ലാരും വീട്ടിലോട്ട് പോവുക. അവിടെ എല്ലാം യുദ്ധങ്ങൾ. എല്ലാം എടുത്തോന്നോ? ഫുഡ് എടുത്തോന്നോ? അതേ നോക്ക്. ഇന്നും അമ്പലത്തിൽ പോകുന്നില്ലേ? നായില്ലേ അല്ലേ പോവല്ലേ? എന്നോ ഇതിപ്പോൾ അതിൽ പോകേണ്ട ആവശ്യമില്ല. അതിന് വേണ്ടി തന്നെ പോകണം. പക്ഷെ സമയം എന്നും ലേറ്റാവും. ഈ ഒരു മുടി ഈരിയില്ല, ചീപ്പിങ് വെക്കുന്നത്. അതൊന്നും കാണുകയല്ല. അല്ല എങ്ങോട്ടായാലും കയറി അതിലിറങ്ങിക്കോ. കാല് പൊക്കിയോ, ഇതിച്ച് പൊക്കി വെക്ക്. ഞങ്ങളൊക്കെ വെള്ളം ഇപ്പം നല്ല വെള്ളമാണ്, കുഴപ്പമൊന്നുമില്ല. നല്ല വേനലായി ഒഴുക്ക് നിന്ന് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ പന്ന വെള്ളം, അല്ല നല്ല വെള്ളമാണ്. പക്ഷേ ആ പാലം ഉണ്ടല്ലോ, ആ പാലം അതിൻ്റെ താഴോട്ട് കുളിക്കാൻ കൊള്ളുകയില്ല. അതിൻ്റെ താഴോട്ട് ആ മുണ്ടക്കത്തെ വേസ്റ്റ് മൊത്തം വന്ന് ചാടുന്നത്. ഇവിടം വരെ കുഴപ്പമില്ല. ഇത് ആ പാലം അവിടെ ബൈപ്പാസിൽ വന്ന് അഴുക്ക് വെള്ളം വന്ന് ചാടുന്ന എടുത്തില്ലേ? അവിടെ നിന്ന് പിന്നെ അഴുക്കാം, മൊത്തം അഴുക്കാം. മണൽ കയറി, മണൽ നടക്കാൻ പറ്റിയില്ല, മണൽ കയറി. ഇവിടെ അതിൻ്റെ വെല്ലുതൊക്കെ ഉണ്ട് ആണോ, പക്ഷെ അവിടെ ഇവിടെയൊക്കെയാണ്, മറ്റേ നിറച്ചിതായിരുന്നു. എത്ര മണിയായി? 8:35. 8:30 മുമ്പ് വരുന്ന എന്നും. നിങ്ങളിവിടെ പോയായിരുന്നു? ഷിപ്പ്യാർഡിലോ? നമ്മളൊക്കെ ചെയ്ത് പഠിച്ചുപോയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചേട്ടാ. നമ്മളി വണ്ടിയല്ലേ?
വീഡിയോ എടുക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ ആയില്യത്തിന് പോവാം. ആയില്യം വന്ന് അമ്പലത്തിൽ പോകണം, കൃഷിഭവനിൽ പോകണം, അങ്ങനെ കുറച്ചേറെ പരിപാടിയുണ്ട്. അപ്പോൾ അതിന് ഇറങ്ങിയതാണ്. അയ്യോ കുട എടുത്തില്ല കൃഷ്ണ, കുട ഇല്ലെങ്കിൽ എങ്ങനെയാണ്? കുട എടുത്തേക്കാം. ഇവിടെ ഡിജിപ്പ് ഉണ്ടായിരുന്നല്ലോ. എനിക്ക് ചൂട് മാത്രം സഹിക്കാൻ പറ്റില്ല. വെയിൽ എന്ത് ചെയ്ത് ഇവിടെ ഉണ്ടായിരുന്നു. എന്നും പോക്കാണ്, എന്നും ഓരോരോ പരിപാടി കാണും. അങ്ങനെ അമ്പലത്തിൽ പോകണം, വരാൻ കുറച്ച് പരിപാടി ഉണ്ട്. സഹ്യാദ്രി ഇതാണോ ബൈക്ക്? ഇവിടെയാണോ ഇന്ന്? അയ്യോ എല്ലാവരും എടുത്തിറക്കണം. ഇതിലെ കാപ്പി പാത്രമൊക്കെ വർക്ക് ചെയ്യാമോ? വലുതാണോ? ഇന്ന് ആയില്യമാണ്. ഇന്ന് ഇവിടുത്തെ പൂജ കഴിഞ്ഞിട്ട് ആയില്യം പൂജ ഉണ്ടാകത്തുള്ളൂ. മട്ടുപ്പാവിലെ കൃഷി, അപ്പോൾ അതിൻ്റെ ഇതടയ്ക്കാൻ വേണ്ടി പോകണം. പൈസ ഫീസ് ശ്യാമളമ്മ ഇങ്ങോട്ട് നയിക്കാം. ഇല്ല പൊക്കോ. കുറച്ച് ദിവസത്തെ പഴയ വാസത്തിന് ശേഷം ശ്യാമളമ്മ വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. ആ ചുരിദാർ നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പം ഊരുന്നേ ഇല്ല. ചുരിദാർ നല്ലതാണെന്ന് പറഞ്ഞാൽ പിന്നെ ആ ചുരിദാർ തന്നെ ഇട്ട് നടക്കുക. എന്നാൽ അത് കൂടെ ഒരെണ്ണം കൂടെ അങ്ങ് എടുക്കാമല്ലോ. അല്ല, ഈ ചുരിദാർ നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇത് തന്നെ ഇട്ട് നടക്കുവാണ്. ഒരെണ്ണം കൂടെ എടുക്കാം. എനിക്ക് ഒരു കപ്പ് മേടിക്കണം ഇവിടുന്ന്. ബാത്റൂമിലെ കപ്പില്ലേ, ഇവിടെ അല്ല അപ്പുറത്തും എടുക്കാമായിരുന്നു അല്ലേ? ആ തിരിച്ചു വരട്ടെ. ഞാനേ
ഇതിട്ടുണ്ടല്ലോ അങ്ങോട്ട് പോയത്. അതെ ഈ ചുരിദാറിട്ടുണ്ടല്ലോ അങ്ങോട്ട് പോയത് കേട്ടാനുണ്ടോ? അതെ അപ്പോൾ പിന്നെ തിരിച്ച് പിന്നെ അതിട്ടുണ്ട് വേണ്ട വേറെ. ചുമ്മാ പറഞ്ഞാണ് എൻ്റെ അമ്മോ. ഇന്നലെ മൂടലൊക്കെ ഉണ്ടായിരുന്നു, ഇന്ന് നല്ല വെയിലാ. കേട്ടത്തിന് ആ ഇന്നലെ മൂടലായിരുന്നേ, ഇന്ന് നല്ല വെയിലാണ് കേട്ടോ. എനിക്ക് എൻ്റെ അമ്മോ മഴയുണ്ടെന്ന് തോന്നല്ലേ അമ്മ? പിന്നുണ്ട് ആ ചില്ലറ നോക്കാണ്ടോ കാണും. ഉണ്ടോ അമ്മണില്ലേ? അമ്മയ്ക്ക് എത്ര പ്രഷർ കൂടുതലല്ലേ? 160. എനിക്ക് നോർമലാ. ഗുളിക കഴിക്കുന്നില്ലല്ലേ? അതെ മധുവിന് ആവശ്യമുണ്ട്, മധുവിന് ആവശ്യമുണ്ടെന്ന് എടുത്ത് വേണ്ടേ? അവനെ അപ്പുറത്ത്, അവനെ കുറച്ച് നേരം അവിടേക്ക് ഞാൻ എടുക്കാൻ വന്നോ. അല്ല എനിക്ക് ഞാൻ അങ്ങോട്ട് പോക്കോട്ടെ. വേണ്ടായിരുന്നോ ഉണ്ടൊക്കെ മൊത്തം? അവനെ അങ്ങോട്ട് ഇട്ട് ഞാൻ അഴിക്കാൻ പോയപ്പോൾ അവനെ ഇച്ചിരി മോടാ. എവിടെ കൊണ്ടിട്ടു? എൻ്റെ കൊച്ചു നോക്കിയിരിക്കുന്നത്. ഓന്നൊക്കെ പറയുന്നതിനൊന്നും വലിയ ഇതില്ല. എന്നാപ്പാ? പായസോ? അമ്പലത്തിലോ? കാര്യം അമ്പലത്തിലാ പോയത്, പക്ഷെ പായസം ഒന്നും കിട്ടിയില്ലടാ. ചന്ദനമൊക്കെ ഉണ്ട്. ഞാൻ ചന്ദനം തുടിയല്ലോ. അമ്മേ ഇത്ര സാധനം കേട്ടെ, നോക്കാം ഇത്ര സാധനമുണ്ട്. അമ്മേ അത് കുഴപ്പമൊന്നുമില്ല, ബണ്ണല്ലേ. എടുത്തോണ്ട് പോക്കോ, അത് അവിടെ വെച്ചേക്കാം, ഞാൻ എടുത്തോണ്ട് പോക്കോ എന്നോളാം. ഇല്ല അങ്ങോട്ട് പോയിക്കോ, അങ്ങോട്ട് പോയിക്കോ. കുറച്ച് കാറ്റ് കൊള്ളട്ടെ കിട്ടോ. ഞാൻ അങ്ങോട്ട് വരുവാന്ന് കാറ്റ് കൊള്ളാൻ. ഇവിടെ കാറ്റ് കൊള്ളാം, ഇവിടെ ചൂടല്ലേ. ആരോ പറഞ്ഞു എൻ്റെ പൊന്നുമോന് പനിയാന്ന്. നോക്കട്ടമ്മ പനിക്കുന്നുണ്ടോന്ന്. ചൂടുണ്ടോ മോളെ? ചൂടുണ്ടോ? ആര് പറഞ്ഞു ചൂടുണ്ടെന്ന്? അടിപൊളി. ദോശ കഴിച്ചാൽ ഞാൻ അറിയണേ. കുഞ്ഞു വല്ലതും കഴിച്ചോടി മോനെ?
പോകാവോ? എൻ്റെ ലിബാം വിടാതെ ഞാൻ പോകത്തില്ല പറഞ്ഞിട്ടില്ലേ. ഓഫ് ചെയ്തേ പോകുന്ന അമ്മ 5 മണി കഴിഞ്ഞ. പിന്നെ ഞാനല്ല തുണി അലക്കാൻ വന്നു, നീയൊന്നും അല്ലല്ലോ. മൈസൂർ ബുക്ക് ചെയ്തോ. ഒരു സഹായം കൂടെ അമ്മയ്ക്ക് ചെയ്യുമോ? ഞാൻ കയറി വരുവാണെങ്കിൽ 40 രൂപ എൻ്റെ ബാഗിനകത്തുണ്ട്. ചിലപ്പോൾ ഞാൻ നടന്നു തന്നെ കയറി വരും. എൻ്റെ സ്വഭാവം അനുസരിച്ച് ചിലപ്പോൾ ഓട്ടോ കിട്ടും കേട്ടോ. അങ്ങനെയാണെങ്കിൽ 40 രൂപ കേട്ടോ. എൻ്റെ ഫോൺ വേണ്ടേ? ഇല്ല, എടുത്തോണ്ട് വണ്ടിക്കാണോ വരുന്നേ? അമ്മ എപ്പോഴേ ഓട്ടോയ്ക്ക് തന്നെ വരുന്നല്ലേ? ആണോ? ആ ഓട്ടോയ്ക്ക് വന്നാൽ മതി. ഇന്നത്തെ പണി കഴിഞ്ഞ് ഓരോ അവിടെ ഒരു പ്ലാവേലേ കിട്ടിയോ? അവരേലും പോയി വണ്ടി കൊണ്ട് പോയതല്ലേ കേട്ടോ. അവനോട് ഫ്രണ്ടിലത്തെ രൂപ കൊണ്ടുവന്ന് ചോദിച്ചു. ഹലോ ഞാൻ വരുമ്പോൾ എന്നെ പൂരിപ്പിക്കാനൊക്കെ ഉണ്ട് നിങ്ങളെ ജോലി.
ഫോണും ഉണ്ട്, പാലും ഉണ്ട്. എല്ലാരും പിടിക്കും, കറങ്ങി വരും. ഇപ്പോഴാണ് കളിക്കുന്നത്? എവിടെയായിരുന്നു? സമയം 9:09 5 മിനിറ്റ് പൊറോട്ട. ചേട്ടായിക്ക് ഇവിടെ കാഞ്ഞിരപ്പള്ളിയിലെങ്ങാണ്ട് മീറ്റിംഗ് ഉണ്ടെന്ന് വെറുതെ. അപ്പം ഇപ്പോൾ വിളിച്ച് ഞാൻ കാഞ്ഞിരപ്പള്ളിയിലാണ്, ഇവിടെ വരാൻ വേണ്ടി നിൽക്കുകയാണ്. ഫുഡൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് നിങ്ങൾ കഴിച്ച് കിടന്നോളാം. ശാംഭവിക്ക് നല്ല പനിയുണ്ട്. നമുക്ക് നല്ല പനിയുണ്ടായിരുന്നു. പിന്നെ എന്തൊരു ആഹാരം കഴിക്കാൻ വന്നിട്ട് ഛർദ്ദിക്കുന്നുണ്ട്. നോക്കാം, കുറേ നേരം നാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഇവിടെയൊന്നും ആരും കിടന്നില്ലേ? ലൈറ്റെല്ലാം ഇട്ട് വെച്ചേക്കുമല്ലോ. ചിലപ്പോൾ അങ്ങനെ ഇത് സ്റ്റേ ഇരിപ്പുണ്ട്.